സാൻ ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു ചെറിയ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ഇത്രയും ബുഷി ആയിട്ടുള്ള CC പ്ലാന്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 4 പോട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 130 റുപ്പീസാണ്. നല്ല വലിയ പ്ലാന്റാണ്. അധികം 4 ഷൂട്ടാണ്. 3 ഷൂട്ടായിട്ടുള്ള ഒരു പ്ലാന്റും ഉണ്ട്. സെയിം റേറ്റ് തന്നെയാണ്. ആദ്യം വാങ്ങുന്നവർക്ക് അതിനനുസരിച്ച് തരും. ഇതാണ് മൊത്തത്തിലുള്ള പ്ലാന്റ്. ഇങ്ങനെയാണ് CC പ്ലാന്റ്. 3 ഷൂട്ട് ആയിട്ടുള്ള ഒരു പ്ലാന്റേ ഉള്ളൂ. അതും നല്ല ഹെൽത്തിയാണ്, വലിയ പ്ലാന്റാണ്. ബാക്കിയൊക്കെ 4 ഷൂട്ടാണ്. ഇനി ബ്ലാക്ക് CC ആണ്. ബ്ലാക്ക് CC തന്നെ 3 ഷൂട്ട് 4 ഷൂട്ടൊക്കെ ആയിട്ടുള്ള പ്ലാന്റ് അവൈലബിൾ ആണ്. അതിൽ 2 പോട്ടാണുള്ളത്. 2 പോട്ടും സെയിം റേറ്റ് തന്നെയാണ്. 130 റുപ്പീസാണ്. അതിൽ ഒരു ചെറിയൊരു പ്ലാന്റ് ഉണ്ട്. ഇതിനാണെങ്കിൽ 80 രൂപയാണ്. ഇതും 3 ഷൂട്ട് തന്നെയാണ്. CC പ്ലാന്റിൽ വേറൊരു വെറൈറ്റിയാണ് ഡോർഫ്. അതും എല്ലാം ഡബിൾ ഷൂട്ട് വരുന്ന പ്ലാന്റാണ്. ഇതിലെല്ലാം ഡബിൾ ഷൂട്ടാണ്. ഈ ഡബിൾ ഷൂട്ട് വരുന്ന പ്ലാന്റിന് സെയിം തന്നെയാണ്. 130 റുപ്പീസ് തന്നെയാണ്. സെയിം കാറ്റക്സ് പ്ലാന്റാണ്. ഈ പ്ലാന്റിന് വരുന്നത് 80 രൂപയാണ്. സെയിം പ്ലാന്റ് തന്നെയാണ്. ഓൺലി 3 പ്ലാന്റ് അവൈലബിൾ. ഗ്ലോറിയാസ് സീബ്ര എന്ന് പറയുന്ന പ്ലാന്റാണ്. നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റാണ്. നമുക്കിപ്പോൾ തന്നെ പ്രൊപ്പഗേഷനൊക്കെ ചെയ്യാൻ പറ്റുന്ന പ്ലാന്റാണ്. അപ്പോൾ ഈ പ്ലാന്റിന് വരുന്നത് 150 റുപ്പീസാണ്. 3 പോട്ട് അവൈലബിൾ. സെയിം ടൈപ്പ് പ്ലാന്റാണ്. 2 ബിഗോണിയ പ്ലാന്റാണുള്ളത്. ഇതിന് 50 രൂപയാണ്. 2 പോട്ട് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇത്രയും വലിയ പിങ്ക് ലെഗസിയുടെ പ്ലാന്റ് 100 രൂപയാണ്. 100 രൂപ. ഫ്ലവർ ചെയ്തിട്ടുള്ള പ്ലാന്റ്സും മെച്ചൂർഡായിട്ടുള്ള പ്ലാന്റും അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. കൊളോക്കേഷ്യ പ്ലാന്റ് കേട്ടിട്ടില്ലേ നിങ്ങൾ? നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് കൊളോക്കേഷ്യ. അപ്പോൾ കൊളോക്കേഷ്യയുടെ പില്ലർ എന്ന് പറയുന്ന വെറൈറ്റിയാണത്. നല്ല ഭംഗിയുള്ള വേരിയേഷനൊക്കെ വന്നുകൊണ്ടിരുന്ന പ്ലാന്റാണ്. ഇതിപ്പോൾ എൻ്റെ മദർ പ്ലാന്റാണത്. അപ്പോൾ അതിലിപ്പോൾ പെട്ടെന്ന് കണ്ടാൽ നമ്മൾ വൈറ്റ് ലാവയാണെന്ന് വിചാരിക്കും. പക്ഷേ പില്ലറാണ്. അതിൽ ഫുള്ള് ഇവിടെ കുറച്ച് വെളിച്ചത്തിൻ്റെ കുറവുണ്ട്. അതുകൊണ്ടാണ് ഇതിലിങ്ങനെ വരാത്തത്. അപ്പോൾ ഇതിൻ്റെ ബേബി പ്ലാന്റ്സ് അവൈലബിൾ ആണ്. 150 റുപ്പീസാണ് ഒരു പ്ലാന്റിന് കേട്ടോ. 2 പ്ലാന്റാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. രണ്ട് പ്ലാന്റാണത്. 150 റുപ്പീസ് കേട്ടോ. നമ്മൾ ഗ്ലോറിയാസും സീബ്ര കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അതിൻ്റെ 2 ബേബി പ്ലാന്റ്സ്, സീബ്രയുടെ അല്ല, നോർമൽ ഗ്ലോറിയാസത്തിൻ്റെ 2 ബേബി പ്ലാന്റ്സ് അവൈലബിൾ ആണ്. 50 റുപ്പീസാണ് കേട്ടോ. ഇതിൽ ഇനി നമുക്ക് കുറേ കട്ടിങ്സ് ഉണ്ട് പ്ലാന്റ്സിൻ്റെയൊക്കെ. അപ്പോൾ ഗോൾഡൻ കാസ്കേഡിൻ്റെ പ്ലാന്റ് ഉണ്ട്. അതിന് 20 റുപ്പീസാണ്. 2 കട്ടിങ്സ് വീതം ഉണ്ടാവും. നല്ല കട്ടിങ്സാണ്. ഇപ്പോൾ പിന്നെ കട്ടിങ്സൊക്കെ പിടിക്കുന്ന സമയമാണല്ലോ. അപ്പോൾ നല്ല കട്ടിങ്സാണ് കൊടുക്കുന്നത്. അടുത്ത പ്ലാന്റാണ് ലെമൺ വൈൻ കേട്ടോ. ലെമൺ വൈൻ്റെ കട്ടിങ്സ് ഇതുപോലെ ഞാൻ പ്രൊപ്പഗേഷന് വെച്ചിട്ട് അത് പോട്ട് ചെയ്തിട്ടില്ല. അതും ഇതുപോലെ ചിലത് റൂട്ടഡ് ഉണ്ടാവും, ചിലത് റൂട്ടഡ് ഉണ്ടാവില്ല. കട്ടിങ്സ് ആയിരിക്കും. ഏതായാലും ഇപ്പോൾ ഈ മഴ സമയത്ത് നമുക്ക് നന്നായി പിടിച്ച് കിട്ടും. അതും 20 രൂപയ്ക്ക് 2 കട്ടിങ്സ് വീതം ഉണ്ടാവും കേട്ടോ. ഇനി പറയാൻ പോണത് നമ്മുടെ നല്ല ഭംഗിയുള്ള ഒരു ഫിലോഡെൻഡ്രോണാണ്. അത് നല്ല ചന്തത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫിലോഡെൻഡ്രോണിൻ്റെ ഒരു 3 ലീഫുള്ള കട്ടിങ്സ്, 3 ലീഫ് ഉണ്ടാവും. കട്ടിങ്സ് 50 രൂപയാണ് കേട്ടോ. അതുപോലെ മൈക്കൺസ് എന്ന് പറയുന്ന ഫിലോഡെൻഡ്രോൺ ഉണ്ട്. മൈക്കൺസിൻ്റെ കട്ടിങ്സിന് 30 രൂപയാണ്. അത്യാവശ്യം വലിയ കട്ടിങ്സാണ് ഉണ്ടാവുക കേട്ടോ. ഗ്രീൻ വാൻഡ്രേഞ്ചിയോ ആണത്. ഇതില്ലാത്തവർ പറഞ്ഞാൽ മതി, ഞാൻ വെച്ചേക്കാം കേട്ടോ. അതുപോലെ നമ്മുടെ ഒരു ജിഞ്ചർ പ്ലാന്റ് ആണത്. എന്തോ ഒരു ജിഞ്ചർ, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പീക്കോക്ക് ജിഞ്ചർ എന്നാണ് തോന്നുന്നത്. അതിൻ്റെ പ്ലാന്റ് അവൈലബിൾ ആണ്. ഇതും അത്യാവശ്യം നല്ല പ്ലാന്റ് തന്നെയാണ്. 30 രൂപയാണ് കേട്ടോ. ഫിംഗർ പാം കേട്ടിട്ടുണ്ടോ? വെരിഗേറ്റഡ് ആണത്. ഇതിൻ്റെ ഒരു പ്ലാന്റ് അവൈലബിൾ ആണ് കേട്ടോ. 250 റുപ്പീസാണ്.
വലിയ പ്ലാന്റ് തന്നെയാണ്, കാണിച്ചു തരാം ഞാൻ. അതുപോലെ ഇത് വെരിഗേഷൻ ഇല്ലാത്ത ഫിംഗർ പാമ്പിൻ്റെ പ്ലാന്റാണ്. ഈ പ്ലാന്റിന് നമ്മൾ 50 രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ. ഇതേ പ്ലാന്റ് തന്നെയാണ്, സെയിം പ്ലാന്റ് തന്നെയാണ് അവിടെ അതാ ഇരിക്കുന്ന പ്ലാന്റാണ്. നമുക്ക് കൊടുക്കാനുള്ള പ്ലാന്റ് ഇതാണ് കേട്ടോ. ഈ പ്ലാന്റാണ് 250 റുപ്പീസാണ്. അത് കുറച്ച് റേറ്റുള്ള വെറൈറ്റിയാണ്. അതുപോലെ ഈ വെരിഗേറ്റഡ് ആയിട്ടുള്ള ഇതൊരു ടൈപ്പ് ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഈ പ്ലാന്റിന് ഇത് സെയിം പ്ലാന്റ് തന്നെയാണ് വരുന്നത്. ഇതാ ഇത്രയും ആയിട്ടുള്ള ബുഷി പോട്ടാണ് 50 റുപ്പീസ്. ചൈന ഡോളിൻ്റെ 2 പ്ലാന്റ് ഉണ്ട്. നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഇത്രയും പോകുന്ന നല്ല പ്ലാന്റാണ്. നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വെക്കാൻ പറ്റണ നല്ല പ്ലാന്റാണ്. ഈ പ്ലാന്റിന് 50 റുപ്പീസാണ് കേട്ടോ. 50 റുപ്പീസ്. അത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് 50 റുപ്പീസാണ്. 2 പ്ലാന്റാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ, ചൈന ഡോളിൻ്റെ പ്ലാന്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി. ഞാനൊരു ടീച്ചറാണ്, അപ്പോൾ എല്ലാ ടൈമിനും നിങ്ങൾക്ക് മെസ്സേജിന് റിപ്ലൈ തരാൻ അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ മെസ്സേജ് ഇട്ട് വെച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ നോക്കിയിട്ട് റിപ്ലൈ ചെയ്ത് തരാം. ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനിട്ട വീഡിയോയിൽ ഇന്ന് കുറച്ച് പ്ലാന്റ്സുകളൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാന്റ് തന്നെയാണ്. ഞാൻ സ്വന്തമായി പ്രൊപ്പഗേഷൻ നടത്തിയെടുത്ത പ്ലാന്റ്സുകളാണ്. ഇതല്ലാതെ ഇനിയും ഒരുപാട് പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാം കൂടി ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം, അടുത്തൊരു സെയിൽ വീഡിയോ ആയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എൻ്റെ കയ്യിൽ ഒരുപാട് പ്ലാന്റ്സുകളുണ്ട്. ഇതിലും റേറ്റ് കുറഞ്ഞതും കൂടിയതും ഒക്കെ ആയിട്ടുള്ള പ്ലാന്റ്സുകളുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കുറച്ചുകൂടി പ്ലാന്റ്സുകൾ കാണിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇന്നത്തേക്ക് ടാറ്റാ, ബൈ ബൈ.